ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം ചായക്കായാലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് എടുത്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കാണുന്ന പോലെ തന്നെ അത്ര എരിവും ഒന്നും ഇല്ലാത്തൊരു പലഹാരമാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിൽ ഏതാണെന്നുണ്ടെങ്കിലും മതി. അതിന് ശേഷം അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും എണ്ണയും എല്ലായിടത്തും ആകാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അതുപോലെ ഇതൊന്ന് കൈവച്ചിട്ട് ശരിക്കും ഒന്ന് കുഴച്ചുരുട്ടി എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് അതുപോലെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കണം. ശരിക്കും നല്ലപോലെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഉരുട്ടി ശരിക്ക് കുഴച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മാവ് ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്നൊരു കുഞ്ഞ് സിലിണ്ടറിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ബോൾ വേണമെന്നുണ്ടെങ്കിൽ ബോൾ ഷേപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്ത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് സിലിണ്ടർ പോലെയാണ് ഉരുട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരെണ്ണം ഇവിടെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇതുപോലെ തന്നെ ഈ മാവ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ 2 ഒരേ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് എല്ലാം ഇവിടെ ഒരേ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ആ മാവ് ഫുള്ള് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ എന്നാലും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനിയിപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. 5 മിനിറ്റിനുള്ളിൽ തന്നെ ശരിക്കും വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് തിളച്ചാലും മതി. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇതൊന്ന് കിടന്നാലും മതി. ഇത് ഇട്ടിട്ട് ഉടനെ ഒന്ന് ഇളക്കരുത്. അപ്പോൾ അത് വിട്ടുപോകും. ചിലപ്പം അടിയിൽ പിടിച്ചു എന്നൊക്കെ വരും. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ശരിക്കും നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിട്ടില്ലേന്ന്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിവിടെ ഒന്ന് കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം. ഇത് ചൂടാറാകുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ എണ്ണ ശരിക്കും ഒന്ന് ചൂടായി വരുമ്പം അതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒട്ടും കരിഞ്ഞു പോകരുത്, വല്ലാതെ മൂത്തൊന്നും പോകരുത്. സവാള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതാണ് കേട്ടോ. എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. അതും കൂടെയും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും സവാളയും ശരിക്കൊന്ന് പച്ചമണമെല്ലാം പോയി ശരിക്കൊന്ന് വഴന്ന് വരുന്നവരേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ശരിക്കും അതെല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും ഒരു 4-5 വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതായാലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതൊന്ന് അരച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ
ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പായാലും മതി. അത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ശരിക്കൊന്ന് ഇതിൻ്റെ പച്ചമണം, പൊടിയുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് ശരിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം കളറ് ശരിക്കൊന്ന് മാറി വരും. ഇപ്പോൾ ആ കളർ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ സിലിണ്ടർ ഷേപ്പിലുള്ള ഗോതമ്പിൻ്റെ മാവ് നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുന്നത് അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടെയും ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഇതെല്ലാം ആകാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ചെറിയ ചൂടിൽ വെച്ചിട്ട് ശരിക്കും അടുക്കി പിടിക്കാതെ വേണം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റോളം ചെറിയ ചൂടിൽ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇതൊന്നും ഒട്ടും പൊട്ടിപ്പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ശരിക്കും ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മാവിലും നമ്മൾ വേവിക്കുന്ന വെള്ളത്തിലും എല്ലാം ഉപ്പ് ചേർത്തിരുന്നു. നിങ്ങൾക്ക് ഉപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതാ ഉപ്പ് പാകത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം എന്താ നമുക്ക് ചൂടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.